Hi everyone, I'm Nimnaga K. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഐൽസിൻ്റെ ടാസ്ക് ടു ഡിസ്കഷൻ അല്ല, ടാസ്ക് ടുവിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇറ്റ്സ് എ റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ടു ഫ്രം ദുബായ്. നമ്മൾ ഓരോ റീജിയനിലും ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആവാറുണ്ട് ഐൽസിൻ്റെ ടെസ്റ്റിൽ വരുന്ന, പ്രത്യേകിച്ച് ടാസ്ക് ടു ക്വസ്റ്റ്യൻസ് ഒക്കെ. ആൻഡ് ഇന്ന് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു ക്വസ്റ്റ്യനാണ്, ദുബായിൽ കാൻഡിഡേറ്റ്സിന് കിട്ടിയ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, സം പീപ്പിൾ ബിലീവ് ദാറ്റ് ആൻ എഫിഷ്യൻറ്റ് public transport system is the most important factor in the development of a modern city. Others argue that other services should take priority. Discuss both views and give your opinion. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഐൽസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഐൽസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പൊതുവെ പ്രത്യേകത ഉണ്ടാവുക? ഇറ്റ് ഹാസ് ഗോട്ട് ടു ഒപ്പോസിങ് വ്യൂസ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ഇതിന് ബാലൻസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ഹിയർ ഇൻ ദിസ് കേസ് നമ്മൾ നമ്മുടെ ഒപ്പീനിയനും കൊടുക്കണം. സോ നമുക്ക് നോക്കിയാലോ. അപ്പം ഈ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്, നമ്മുടെ യൂട്യൂബിൽ വന്ന ലാസ്റ്റ് ക്ലാസ് ഇസ് അബൌട്ട് ബ്രെയിൻ സ്റ്റോമിങ് ഫോർ ഐൽസ് ടാസ്ക് 2. ഐൽസിൻ്റെ ടാസ്ക് 2 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. അത് കണ്ട ആൾക്കാർക്ക് അറിയാമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്നത് അനലൈസ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. വി ഷുഡ് റീഡ് ഇറ്റ് ഫോർ 2-3 times. First, നമുക്ക് ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ തന്നെ, ആൻഡ് വി ഷുഡ് അനലൈസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഐഡൻറ്റിഫൈ ദീസ് 3-4 ആസ്പെക്ട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അതായത് കീവേഡ്സ്, ടാസ്ക് ടൈപ്പ്, ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് വ്യൂസ് ടു ഡിസ്കസ്, ആൻഡ് ട്രാപ്സ് ഉണ്ടെങ്കിൽ ട്രാപ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം വൺസ് യു റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കീവേഡ്സ് ആണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ കീവേഡ്സ്. Some people believe that an efficient public transport system. So efficient public transport എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യനിൽ. ദാറ്റ്സ് എ കീവേഡ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റ്. അതായത് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ദ ഹോൾ ക്വസ്റ്റ്യൻ സെൽഫ് ഇസ് ആസ്കിങ് വാട്ട് ഷുഡ് ബി ദ പ്രയോറിറ്റി ഇൻ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഇവിടെ ഒരു കീവേഡാണ്. ആൻഡ് വേർ, എവിടെയാണ്? Not in rural areas. It's about modern cities. അപ്പോൾ മോഡേൺ സിറ്റി ഒരു കീവേഡ് ആണ്. ആൻഡ് ദെൻ മറ്റേ ഒപ്പോസിങ് വ്യൂവിലുള്ളത്, മറ്റേ ആർഗ്യുമെൻറ്റിലുള്ള കീവേഡ്സ് എന്തൊക്കെയാണ്? അതർ സർവീസസ്. ട്രാൻസ്പോർട്ടേഷൻ അല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ല, അതർ സർവീസ്. ആൻഡ് ദെൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏതാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കീവേഡ്. അപ്പം ഇത്രയും കീവേഡ്സ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്, വിച്ച് ഐ ഹവ് മെൻഷൻഡ് ഹിയർ. ആൻഡ് നൗ ലെറ്റ്സ് സീ വാട്ട് ദ ടാസ്ക് ടൈപ്പ് ഇസ്. ഒബ്വിയസ്ലി ഡിസ്കഷൻ പ്ലസ് ഒപ്പീനിയൻ. ഐൽസിലെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഡിസ്കസ് ബോത്ത് ദ വ്യൂസ്. രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. ഡിസ്കസ് ബോത്ത് ദ വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനും കൂടെ വേണം. ആൻഡ് മിക്കവാറും ഐൽസിൻ്റെ ക്വസ്റ്റൻസ് അങ്ങനെ തന്നെയാണ് വരിക, ഡിസ്കഷൻ മാത്രമായിട്ട് വരാറില്ല. ആൻഡ് ഡിസ്കഷൻ പ്ലസ് ഒപ്പീനിയൻ ടൈപ്പാണ്. നമ്മൾ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ഹിയർ, since it is a discussion question, we should identify what views are we going to discuss. രണ്ട് വ്യൂ ഉണ്ട്. വ്യൂ 1 is public transport is the most important. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് വ്യൂ. മറ്റേ വ്യൂ എന്ന് പറയുന്നത്, സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതർ സർവീസസ്. ദാറ്റ് കുഡ് ബി ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, അത് അങ്ങനെയുള്ള മറ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ് മറ്റേ വ്യൂവിൽ വരുന്നത്. So these are the two important main views we are going to discuss. Now traps ഉണ്ടോ? ഇവിടെ വരാവുന്ന അബദ്ധം എന്ന് പറയുന്നത് is not stating your opinion എന്നുള്ളതാണ്. ഇവിടെ ക്ലിയർലി നമ്മുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. So we should state our opinion here. Now അത് മറന്നുകൊണ്ട് let's move on. So let's see how to write an introduction. I've given you an example. അപ്പം ഇൻട്രൊഡക്ഷനിൽ വരുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, പാരഫ്രേസ്, തീസിസ് പ്ലസ് ഔട്ട്ലൈൻ ആണ്. അപ്പം ഈ 3 കാര്യങ്ങൾ I've given you some simple examples for all these 3. അപ്പം സിമ്പിൾ എക്സാമ്പിൾസ് കൊടുക്കാം, കാരണം നിങ്ങൾക്ക് ഫെർദർ വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് ഇതിനെ അഡ്വാൻസ്ഡ് ആക്കാം, നിങ്ങൾക്ക് ഇതിനെ മറ്റ് സിംപ്ലർ ആക്കാം നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട്. ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് യു എൻ ഐഡിയ ഓഫ് വാട്ട് വി ഷുഡ് റൈറ്റ്, വാട്ട് വി ഷുഡ് provide in the introduction എന്നുള്ളത്. So introduction, in today's rapidly growing cities, people have different views about what should be the top priority for development.
ഇതാണ് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ കറൻറ്റ് സെനാരിയോ എന്താണ്, നമ്മൾ വളരെ ജനറലായിട്ട് നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഡീപ്പർ ആസ്പെക്ട്സിലേക്ക് ഇറങ്ങാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് ദ റീഡർ ഷുഡ് ഫീൽ ലൈക്ക് റീഡിങ് ഫർദർ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്. സോ ദിസ് ഇസ് an example for a general statement. And next we will see how to paraphrase. Paraphrasing ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. One way is, some believe that having an efficient public transport system is the most important factor, while others think that services like healthcare, education and housing are more important. This is an example for a paraphrase. നിങ്ങൾക്കും നിങ്ങളുടെ വേയിൽ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കണം, ഇങ്ങനത്തെ ഫർദർ ഗൈഡൻസ് കിട്ടണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാൻ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജോയിൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടു ഫിൽ ഔട്ട് എ ഫോം, ഗൂഗിൾ ഫോം. അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ കോൺടാക്ട് യു ആൻഡ് ഹെൽപ്പ് യു എൻറോൾ. ഓക്കെ, സോ സമയം കളയണ്ട, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ആൻഡ് വിൽ കണ്ടിന്യൂ. ആൻഡ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇവിടെ. ആക്ച്വലി ഞാൻ ഒപ്പീനിയൻ എഴുതിയിട്ടില്ല ഇതിനകത്ത്, നമ്മൾ ഒപ്പീനിയൻ കൂടെ ചേർത്തിട്ടാണ് എഴുതേണ്ടത്. ദിസ് എസ്സേ വിൽ എക്സ്പ്ലോർ ബോത്ത് പെർസ്പെക്റ്റീവ്സ് ബിഫോർ പ്രസൻറ്റിംഗ് എ റീസെൻറ്റ് കൺക്ലൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് വ്യൂവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒപ്പീനിയൻ ചോദിച്ചതുകൊണ്ട് വി ഷുഡ് കം അപ്പ് വിത്ത് ആർ ഒപ്പീനിയൻ ടു. അപ്പോൾ എഴുതുന്ന ആളുകൾ നമ്മുടെ ഒപ്പീനിയനും കൂടി ചേർത്ത് എഴുതാൻ നോക്കുക. അത് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് എഴുതുന്നത്. യു ക്യാൻ എയ്തർ ടേക്ക് വൺ സൈഡ്, നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള സൈഡ് എടുക്കാം, അല്ലെങ്കിൽ ഒപ്പോസിങ് വ്യൂ എടുക്കാം. അതും അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം എന്ന് പറയാം. വാട്ട് എവർ ഇറ്റ് ഈസ് അതൊന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ. ഓക്കെ, സോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ റെഡി ആയിട്ടുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫർദർ പ്ലാനിങ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് ആണ്. എന്താണ് പ്ലാൻ ചെയ്യേണ്ടത്? ഫർദർ സ്ട്രക്ചർ ഓഫ് ദി എസ്സേ പ്ലാൻ ചെയ്യണം. എത്ര ബോഡി പാരഗ്രാഫ്സ് വേണം, ഓരോ ബോഡി പാരഗ്രാഫ്സിൽ എന്ത് പോയിന്റ്സ് ആണ് എഴുതാൻ പോകുന്നത്, മെയിൻ ഐഡിയ എന്തായിരിക്കണം, ആൻഡ് എന്തൊക്കെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബോഡി പാരഗ്രാഫ് 1 യു ആർ ഡിസ്കസിങ്, ഇതൊരു ബാലൻസ്ഡ് ഡിസ്കഷൻ ആയിരിക്കണം. നമ്മൾ അവിടെ ആദ്യത്തെ വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ രണ്ടാമത്തെ വ്യൂവിനെയും സപ്പോർട്ട് ചെയ്യല്ല, എക്സ്പ്ലെയിൻ ചെയ്യണം. ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കണം. നമ്മളവിടെ നമ്മുടെ സ്റ്റാൻഡ് എടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എസ്സേക്ക്. നൗ ബോഡി പാരഗ്രാഫ് 1 ലെസ് ട്രാഫിക്, ടൈം സേവിങ്, സപ്പോർട്ട്സ് എക്കണോമി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ നല്ല ആസ്പെക്ട്സ് ആണ് അവിടെ പറയുന്നത്. ലെസ് ട്രാഫിക്, ടൈം സേവിങ് ആണ്, സപ്പോർട്ട്സ് എക്കണോമി, ഇങ്ങനെയുള്ള ആസ്പെക്ട്സ്. ആൻഡ് യു ക്യാൻ മെൻഷൻ ആൻ എക്സാമ്പിൾ ഓഫ് മെട്രോ സിസ്റ്റം. ഏറ്റവും മോഡേൺ ആയിട്ട് നമ്മുടെ കൺട്രിയിൽ കണ്ടുവരുന്ന, നമ്മുടെ കൺട്രിയിൽ നല്ല പല കൺട്രീസിലും കണ്ടുവരുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് മെട്രോ സിസ്റ്റം. യു ക്യാൻ മെൻഷൻ എനി പെർട്ടിക്കുലർ സിറ്റി. ഇപ്പം കൊച്ചിയിൽ മെട്രോ സിസ്റ്റം, ടോക്കിയോയിലെ മെട്രോ സിസ്റ്റം, അങ്ങനെ മെൻഷൻ ചെയ്യാം എക്സാമ്പിളായിട്ട്. വി നോട്ട് ദാറ്റ് ഡൗൺ ടു. ആൻഡ് ഇൻ ബോഡി പാരഗ്രാഫ് 2 നമ്മൾ ഓപ്പോസിങ് വ്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതർ സർവീസസ് മാറ്റർ more, like healthcare, education, housing are essential. These are basics too. Like ഇതും ആവശ്യമുള്ള എസെൻഷ്യൽ ആണ് എന്ന് നമുക്ക് അടുത്ത വ്യൂവിൽ, അടുത്ത പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ പ്രൊവൈഡ് എക്സാമ്പിൾസ് ലൈക്ക് പുവർ ഹെൽത്ത് സർവീസസ് ക്യാൻ ഹാം ക്വാളിറ്റി ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആണെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. പുവർ ഹെൽത്ത് സർവീസ് നമ്മൾക്കിപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കറൻറ്റ് അഫെയർസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും, ഇപ്പം എന്താ പറയുക, എമർജിങ് ഡിസീസസോ പാൻഡമിക്, എപ്പിഡമിക്സ്, അതൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ഇൻ ബോഡി പാരഗ്രാഫ് 3 വിച്ച് ഇസ് എൻ ഓപ്ഷണൽ വൺ വേർ യു ആർ ഗോയിങ് ടു റൈറ്റ് യുവർ ഒപ്പീനിയൻ ഒന്നുകിൽ ബോഡി പാരഗ്രാഫ്സിൽ എഴുതുക, അല്ലെങ്കിൽ 1, 2 എഴുതുക, അല്ലെങ്കിൽ തേർഡ് ബോഡി പാരഗ്രാഫായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, അതും അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എഴുതുക എന്നാണ് പറയുക. ഏറ്റവും നല്ല വേ ഈസ് ടു റൈറ്റ് ഇറ്റ് ആസ് എ തേർഡ് പാരഗ്രാഫ്. ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ എസ്സേന്, നമ്മൾ ഒപ്പീനിയൻ ആണെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ ദിസ് ഈസ് വെർ യു സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ. ഇപ്പോൾ നമ്മൾ പാരഗ്രാഫ്സ് പ്ലാൻ ചെയ്തില്ലേ, ഇനി വി വിൽ മൂവ് ഓൺ ടു സം അതർ ആസ്പെക്ട്സ്. ഇനി ഇതങ്ങ് ഡെവലപ്പ് ചെയ്താൽ മതി ആക്ച്വലി. സോ നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് brought some points. നമ്മൾ ഫസ്റ്റ് വ്യൂവിൻ്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദീസ് കൈൻഡ് ഓഫ് പോയിന്റ്സ് ലൈക്ക് റെഡ്യൂസസ് ട്രാഫിക് കൺജഷൻ, എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി, ബൂസ്റ്റ് എക്കണോമി, ആക്സസിബിലിറ്റി ഫോർ ഓൾ ആൻഡ് എൻകറേജസ് ടൂറിസം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നല്ല ആസ്പെക്ട്സ് ആയിട്ട് ഫസ്റ്റ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. ഐ ഹവ് ഗിവൺ ദി എക്സ്പ്ലനേഷൻസ് ടു.
ആൻഡ് മറ്റ് വ്യൂ ആണെങ്കിലോ സെക്കൻഡ് വ്യൂ ആണെങ്കിലോ വി ക്യാൻ ഡിസ്കസ് ദീസ് പോയിന്റ്സ് ലൈക്ക് ഹെൽത്ത് കെയർ ഈസ് എസെൻഷ്യൽ. മറ്റ് ഡെവലപ്മെൻറ്റ്സ്, മറ്റ് ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് മെൻഷൻ ചെയ്യാം നമുക്ക്. എഡ്യൂക്കേഷൻ ഡ്രൈവ്സ് ലോങ് ടേം ഗ്രോത്ത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അഫോർഡബിൾ ഹൗസിംഗ് ഈസ് എ ബേസിക് നീഡ് ഓഫ് കോഴ്സ്. സേഫ്റ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ, ഇലക്ട്രിസിറ്റി ആൻഡ് സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാരഗ്രാഫ്സിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ള 2-3 കാര്യങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കുക. ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ എഴുതുക എന്നുള്ളതും നിങ്ങളുടെ സ്കില്ലിൻ്റെ പാർട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ. നൗ വി വിൽ സീ സം വേർഡ്സ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ ദിസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഐ എം നോട്ട് റീഡിങ് ദ മീനിങ്സ്, യു ക്യാൻ നോട്ട് ഡൗൺ. Infrastructure, congestion, pollution, emissions, accessibility, basic amenities, quality of life, urban growth, public welfare. These are the terms you can, I mean, this would be expected in the essay actually. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാൻ നോക്കുക essay എഴുതുമ്പോൾ. ആൻഡ് കുറച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന, നിങ്ങൾക്ക് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് വേർഡ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻഹാൻസ്, ഫെസിലിറ്റേറ്റ്, പ്രയോറിറ്റൈസ്, കോൺട്രിബ്യൂട്ട്, ഡിപ്പെൻഡ് ഓൺ, അലീവിയേറ്റ്, ഇൻവെസ്റ്റ് ഇൻ. ഇങ്ങനത്തെ വേർഡ്സ് നിങ്ങൾക്ക് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, സെൻറ്റൻസസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ആസ്ക്ഡ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് ഒപ്പീനിയൻ എഴുതാനായിട്ട് യു ക്യാൻ യൂസ് ദീസ് ഫ്രേസസ്. ഇൻ മൈ വ്യൂ, അല്ലെങ്കിൽ ഐ ഫേംലി ബിലീവ് ദാറ്റ്, it is my belief that from my perspective, although both sides make valid points. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ വ്യൂ ഇതാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഐ മീൻ ഈ ഫ്രേസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ബാലൻസ്ഡ് അപ്രോച്ച് ഈസ് എസെൻഷ്യൽ, അങ്ങനെയും നിങ്ങൾക്ക് ഒപ്പീനിയൻ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നൗ വാട്ട് എൽസ് ഡു വി നീഡ് ടു ഡെവലപ്പ് ദിസ് എസ്സേ? നമുക്ക് കുറച്ച് സിമ്പിൾ വേർഡ്സിന് പകരമുള്ള നല്ല അഡ്വാൻസ് വേർഡ്സും കൂടെ നോക്കാം. സിറ്റി ഗ്രോത്തിന് പകരം നിങ്ങൾക്ക് urban ഡെവലപ്മെൻറ്റ് എന്ന് ഉപയോഗിക്കാം. ഗുഡ് സർവീസസിന് പകരം നിങ്ങൾക്ക് വെൽ ഫങ്ഷനിങ് സിസ്റ്റംസ് എന്ന് ഉപയോഗിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പകരം ക്രൂഷ്യൽ, വൈറ്റൽ, എസെൻഷ്യൽ എന്നൊക്കെ ഉപയോഗിക്കാം. മേക്ക് ബെറ്റർ എന്നുള്ളതിന് ഇംപ്രൂവ്, എൻഹാൻസ്, ബൂസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കാം. ബാഡ് കണ്ടീഷൻസിന് പകരം പുവർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. എ ലോട്ട് ഓഫ് കാർസ് എന്ന് പറയുന്നതിന് പകരം ഹെവി ട്രാഫിക് വോളിയം എന്ന് പറയാം. സോ ഞാനിവിടെ കുറച്ച് പോയിൻറ്റ്സ്, കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് വേർഡ്സ് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഫർദർ നിങ്ങൾക്ക് ഗൈഡൻസ് വേണം, ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ജോയിൻ. നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനെയുള്ള ക്ലാസ്സസ് ഫർദർ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഗൈഡൻസ് പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ അവർ കോഴ്സസ്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഹെൽപ്പ് യു എൻറോൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്.